പലരും സംസാരിച്ചപ്പോൾ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തൽഅൻഹു, നിങ്ങൾ അദ്ദേഹത്തെ ഒരിക്കലും ശപിക്കാൻ പാടില്ല, നിങ്ങൾ അദ്ദേഹത്തെ ഒരിക്കലും ആക്ഷേപിക്കാൻ പാടില്ല. ഇന്നഹു യുഹിബ്ബുല്ലാഹ വ റസൂലഹു, അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിനെയും അള്ളാഹുവിനെയും അള്ളാഹിൻ്റെ ഹബീബിനെയും സ്നേഹിക്കുന്നു എന്ന്. നിങ്ങൾ നോക്കൂ, ഇവിടെ കള്ളുകുടിക്കുന്ന ഈ മനുഷ്യൻ, വളരെ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ, പലവരും ആവർത്തിച്ചിട്ടും അള്ളാഹിൻ്റെ റസൂൽ എന്താ പറയുന്നത്? ഇന്നഹു യുഹിബ്ബുല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ സ്നേഹം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നാം പരിഗണിക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ ഈ പറഞ്ഞ ഹദീസിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ ധാരാളം സ്വലാത്ത് നാം ചൊല്ലണം. ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ ഞാനുമായി അടുപ്പമുള്ള ആൾ എൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വലാത്ത് നാം വർദ്ധിപ്പിക്കണം. ഇതുപോലുള്ള മീലാദ് സദസ്സുകൾ ധാരാളമായി നാം സംഘടിപ്പിക്കണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ സദസ്സുകൾ കൊണ്ടൊക്കെ നാം ഉദ്ദേശിക്കുന്നത്, ഇത്തരം വേദികൾ കൊണ്ടൊക്കെ നാം ഉദ്ദേശിക്കുന്നത് വാസ്തവത്തിൽ മഹബ്ബത്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന സംഗതി എന്താണ്? ഇന്നൽ വസാഇല ലഹാ ഹുക്മുൽ മഖാസിദ്, ഓരോ സംഗതികളുടെയും മാർഗങ്ങൾക്ക് ലക്ഷ്യങ്ങളുടെ വിധിയുണ്ട് എന്നുള്ളതാണ്. അള്ളാഹിൻ്റെ റസൂലിനോടുള്ള മഹബ്ബത്ത്, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിൻ്റെ മാർഗമാണ് വാസ്തവത്തിൽ ഇത്തരം സദസ്സുകൾ എന്നുള്ളത് നാം മനസ്സിലാക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസ് പഠിപ്പിച്ച സംഗതി, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നിയ്യത്തുകൾ കൊണ്ടാണ് അമലുകൾ അള്ളാഹു തആല പരിഗണിക്കുന്നത്, അത് സാധുവാകുന്നത്, അത് സ്വീകരിക്കുന്നത്, അള്ളാഹു കബൂൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ നിയ്യത്ത് അത് പ്രത്യേകം പരിഗണിക്കപ്പെടും. അതുകൊണ്ട് ഇത്തരം സദസ്സുകൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് മഹബ്ബത്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള അവസരമാണ് എന്ന് കരുതി നാം ഇത്തരം സദസ്സുകളിൽ ധാരാളമായി പങ്കെടുക്കാൻ ശ്രമിക്കണം. അള്ളാഹിൻ്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിക്കാൻ ഇത്തരം ഇഹ്തിഫാലാത്തുകൾ ഉപയുക്തമാണ് എന്ന കാര്യത്തിലൊരു സംശയവും ഇല്ല. മാത്രമല്ല, ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സിഫത്തുകൾ, റസൂലുള്ളാഹിൻ്റെ വിശേഷണങ്ങൾ, അവിടുത്തെ ജീവിതത്തെക്കുറിച്ച്, അവിടുത്തെ സുന്നത്തിനെക്കുറിച്ചൊക്കെ പറയുന്ന സദസ്സാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സദസ്സ് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ ഏറ്റവും മഹത്തായ വലിയ മാർഗമാണ് എന്ന് നാം മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഞാൻ ഉണർത്തട്ടെ, അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടാൻ, അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ ഏറ്റവും എളുപ്പമായ വഴി റസൂലുള്ളാഹിൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ്. അതുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കുക. മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ, ഒരു സ്വലാത്തിൻ്റെ മേൽ ആരെങ്കിലും ചൊല്ലിയാൽ സ്വല്ലല്ലാഹു ബിഹാ അലൈഹി അശ്റ, 10 ഗുണം അള്ളാഹു ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹദീസിൽ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള ഏറ്റവും നല്ല വഴി, എളുപ്പമായ മാർഗം റസൂലുള്ളാഹിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. ഈ സംഗതി നമ്മുടെ മനസ്സിലൊതുക്കാതെ, നമ്മിൽ മാത്രം ഒതുക്കാതെ, നമ്മുടെ സന്താനങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ പെൺമക്കളിലേക്ക്, നമ്മുടെ ആൺമക്കളിലേക്ക്, എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക. മാത്രമല്ല, ഞാൻ ഉണർത്തട്ടെ, ഈ സ്നേഹമെന്ന് പറയുന്നത് മനുഷ്യരിൽ മാത്രം ഒതുങ്ങുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നത് മനുഷ്യർ മാത്രമല്ല, ജിന്നുകൾ മാത്രമല്ല, കല്ല് സ്നേഹിച്ചതിന് നമുക്ക് തെളിവുണ്ട്. അതേപോലെ തന്നെ ഉഹുദ് പർവ്വതം സ്നേഹിക്കുന്നു എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജബൽ ഉഹുദിൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഉഹുദ് പർവ്വതത്തെ നാം സ്നേഹിക്കുന്നു, എന്നെ ആ പർവ്വതം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ ഖുതുബ നിർവഹിച്ച ഒരു ഈത്തപ്പനയുടെ പലക, അത് അള്ളാഹിൻ്റെ റസൂൽ അതിൽ നിന്ന് മാറി മറ്റൊരു മിമ്പർ തയ്യാറാക്കിയപ്പോൾ അതിൽ നിന്ന് മാറിയ സങ്കടം കൊണ്ട് കരഞ്ഞു എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ മഹബ്ബത്ത്, ഈ ഇഷ്ഖ് നാം കാത്തു സൂക്ഷിക്കണമെന്ന് മാത്രം എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തിനോട് ഓർമ്മപ്പെടുത്തി വാക്കുകൾ ചുരുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.